നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. പി തങ്കച്ചന്റെ സംസ്കാരം ഇന്ന്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ പി തങ്കച്ചന്റെ സംസ്കാരം ഇന്ന് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് മാർ ഷാബോർ അഫ്രോത്ത് യാക്കോബായ കത്തീഡ്രൽ പള്ളിയിൽ നടക്കും. ഉച്ചയ്ക്ക് 1-ന് പെരുമ്പാവൂരിലെ വസതിയിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് 3 മണിക്ക് പള്ളിയിലെത്തിച്ച സംസ്കാരം. കേരള രാഷ്ട്രീയ ലോകത്തെ പ്രമുഖർ ഉൾപ്പെടെ അനേകർ തങ്കച്ചനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ വസതിയായ രേഖാഭവനിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രിമാരായ പി. രാജീവ്, കെ. കൃഷ്ണൻകുട്ടി, കെ.എൻ. ബാലഗോപാൽ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ, 2 നക്സലുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി നക്സലുകൾ. 2 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. തെലങ്കാന അതിർത്തിയോട് ചേർന്ന വനപ്രദേശത്താണ് സംഭവം. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്തു നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച ഗരിയാബാദ് ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 10 നക്സലുകൾ കൊല്ലപ്പെട്ടിരുന്നു. 243 നക്സലുകളാണ് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ വിവിധ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടത്. സ്റ്റേഷനിൽ യുവാവിന് ക്രൂരമർദ്ദനം, നടപടി സ്ഥലം മാറ്റം മാത്രം. കൊട്ടാരക്കരയിൽ യുവാവിനെ സ്റ്റേഷനിൽ എത്തിച്ച പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിയതിനെതിരെ യുവാവ് രംഗത്തെത്തി. ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരായ നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയതിനെതിരെ പള്ളിക്കൽ സ്വദേശി ഹരീഷാണ് കൂടുതൽ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നത്. തന്നെ മർദ്ദിച്ച ദിവസത്തെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഹരീഷ് അപേക്ഷ നൽകി. തന്നെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പോലീസുകാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഹരീഷ് ആവശ്യപ്പെടുന്നത്. രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി. സംസ്ഥാന സിഇഒമാർക്ക് നിർദ്ദേശം നൽകിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. അതിനുള്ള നടപടികൾ പൂർത്തിയാക്കും. ഇതിനായി സംസ്ഥാന സിഇഒമാർക്ക് നിർദ്ദേശം നൽകി. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലവും സമർപ്പിച്ചു. കേരളത്തിലെ SIR നടപടികളിൽ ആശങ്കയുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. നിലവിൽ പട്ടികയിലുള്ളവരെ ഒഴിവാക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നടപടികൾക്ക് രാഷ്ട്രീയ ചായ്വുള്ളവരെ നിയോഗിക്കരുതെന്നും ആവശ്യപ്പെട്ടു. CPM ഉടൻ നിലപാട് വ്യക്തമാക്കും. CPM-നെ വെട്ടിലാക്കിയ ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ നോട്ടീസ് നൽകാൻ CPM-നെ പ്രതിരോധത്തിലാക്കിയ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദരേഖയിൽ തിരക്കിട്ട കൂടിയാലോചനകളുമായി ജില്ലാ നേതൃത്വം. തൽക്കാലം ശരത്തിനോട് വിശദീകരണമാണ് ചോദിച്ചതെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോകണോ എന്നതാണ് നേതൃനിരയിലെ ചർച്ച. ശരത്തിന്റെ മുൻഗാമികളും അച്ചടക്ക നടപടികൾക്ക് വിധേയരായതിനാൽ ഡിവൈഎഫ്ഐ നേതൃനിരയിൽ വീണ്ടും ഒരു പ്രതിസന്ധിക്ക് കളമൊരുങ്ങേണ്ടതുണ്ടോ എന്നതാണ് ചർച്ച. അതേസമയം ജില്ലയിലെ പ്രധാനപ്പെട്ട CPM നേതാക്കളെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് മുന്നിൽ എറിഞ്ഞുകൊടുക്കുന്നതിന് തുല്യമാണ് ശരത്തിന്റെ പ്രസ്താവന എന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്.